കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകത്തിൽ ദമ്പതികളുടെ മരണം തലക്കേറ്റ ക്ഷതം മൂലമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലയ്ക്ക് ക്ഷതമേറ്റതിനെ തുടർന്ന് രക്തസ്രാവമുണ്ടായി. വിജയകുമാറിന്റെ നെഞ്ചിലും ക്ഷതമേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, അതിക്രൂരമായ കൊലപാതകമായിരുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് റിപ്പോർട്ടിലെ കൂടുതൽ വിശദാംശങ്ങൾ? മെഡിക്കൽ കോളേജിലാണ് ദമ്പതികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. പ്രാഥമികമായി ലഭിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ അനുസരിച്ചാണ് മരണകാരണം തലക്കേറ്റിട്ടുള്ള ക്ഷതമെന്ന് ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതായത് തലയ്ക്ക് ആഴത്തിൽ ക്ഷതമേറ്റതിനെ തുടർന്ന് നല്ല രീതിയിൽ രക്തസ്രാവം ഉണ്ടായി. ഇത് മരണത്തിലേക്ക് നയിച്ചു എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, പരിക്കേൽപ്പിച്ചത് മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ വിജയകുമാറിന്റെ തലയ്ക്ക് മാത്രമല്ല നെഞ്ചിലും ക്ഷതമേറ്റിട്ടുള്ളതായിട്ട് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടതുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ പോലീസ് രാവിലെ നമ്മളോട് സൂചിപ്പിച്ച കാര്യങ്ങൾ അത് തന്നെയായിരുന്നു ശരി എന്നുള്ളത് തന്നെയാണ്. അതായത് കോടാലി ഉപയോഗിച്ചുകൊണ്ടാണ് അക്രമം നടത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിരുന്നു. അത് തന്നെ ആയിരിക്കാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ആ രീതിയിൽ തന്നെയാണ്. മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉള്ള മുറിവുകളാണ് ഉള്ളതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. നെറ്റിക്കടക്കം ദമ്പതികൾക്ക് മുറിവേറ്റിട്ടുണ്ടായിരുന്നു. കോടാലിയുടെ പിൻഭാഗം കൊണ്ട് മുഖത്ത് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളൊരു കാര്യവും പോലീസ് നമ്മളോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ അടിയിലായിരിക്കാം ആഴത്തിൽ ക്ഷതമേറ്റിട്ടുള്ളത് തലയ്ക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചതായിട്ട് പോലീസ് ഇന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി തുടർ നടപടികൾ ഏതു വിധത്തിലായിരിക്കും എന്നുള്ളത് പോലീസിന്റെയും അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെയും കൂടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. വിജയകുമാറിന്റെയും മീരയുടെയും മകൾ വിദേശത്താണുള്ളത്. മകൾ കൂടി എത്തിയതിനു ശേഷമായിരിക്കും മറ്റു സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ ഉണ്ടാകുക. എന്തായാലും ഈ കൊലപാതകത്തിന്റെ അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിയെ നിലവിൽ പിടികൂടാനായിട്ട് പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ കൃത്യമായിട്ട് ലഭ്യമായിട്ടുണ്ട് എന്ന് ജില്ലാ പോലീസ് മേധാവി ഉച്ചയ്ക്ക് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പോലീസിന്റെ അന്വേഷണ നടപടികളും പരിശോധനകളും ഒക്കെ ഇപ്പോഴും തിരുവനന്തപുരത്തിലെ വീട്ടിൽ പുരോഗമിക്കുകയാണ്. CBI സംഘം കൂടി അല്പസമയം മുമ്പ് ഇവിടെ എത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വിജയകുമാറിന്റെയും മീരയുടെയും മകൻ തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകത്തിൽ ദമ്പതികളുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.